ഡാഡി വേണ്ട ഡാഡി നമുക്ക് പോവാം. നീ മിണ്ടാതിരിക്കും. മെർലിൻ ഇവിടെ. ഹായ്. ഹായ് ചേച്ചി. എന്തുണ്ട് വിശേഷം? ഓ സുഖം. അതെ, ഞങ്ങളിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നതല്ല. അയാളെവിടെ? പ്ലീസ് കോൾ ഹിം. ഇത് ഓക്കെ. എന്തു വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? പ്ലീസ് കോൾ ഹിം. എന്താണ്? അച്ഛനെ വിളിക്കാന്നൊക്കെ പറയണം. അയാൾ ഞങ്ങളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞായിരുന്നു. ഇവളും ഇയാളും തമ്മിൽ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി സംസാരിക്കില്ലായിരുന്നു? അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ അയാൾ എൻ്റെ അവിടേക്ക് വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, നിങ്ങളെപ്പോലെയല്ല. ഇത് പറയാനാണ് ഇയാൾ ഇങ്ങോട്ട് വന്നത്? അതുമാത്രമല്ല, ഇയാൾ ഇനി എൻ്റെ മോളെ വിളിക്കാനും പാടില്ല. ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് വിളിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ചിലപ്പോൾ വിളിക്കും. കണ്ട അയാൾ അഹങ്കാരം കണ്ട. ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾ വീട് മാറി താമസിക്കാൻ പോകുന്നത്. മെർലിൻ വീട് മാറാൻ പോവാ? ആ ചേച്ചി. എങ്ങോട്ടാ മാറണേ? എങ്ങോട്ട് മാറിയാലും പറയണേ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി ചേച്ചി. മേരി സ്റ്റോപ്പ്. ഇനി ഞങ്ങളെ ശല്യം ചെയ്യരുത്, മനസ്സിലായ? അതെ, ഇയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. അയ്യോ, ഞാനൊരു വഴിപോക്കനാണേ. ഇവിടെ എന്താ ബഹളം? എന്തു ബഹളം? ഞാൻ കുറച്ച് ടെൻഷനിലായി, അത് കാരണം കുറച്ച് സൗണ്ട് കൂടി, അത്രയേ ഉള്ളൂ. സൗണ്ട് കൂടിയാ? എൻ്റെ വീടിനകത്ത് സൗണ്ട് കൂട്ടാൻ പാടില്ല. അതെന്താ? ഒരു മിനിമത്തിലേ സംസാരിക്കാവൂ. ഇതെന്തോ പറയുന്നത് ഇയാൾ? അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് വിൻസെൻ്റ് തോമസേ? വിൻസെൻ്റ് ഗോമസ്. എന്ത് ഗോമസ്? തോമസേ, പിള്ളേർ രണ്ടും പപ്പ് പിള്ളേരല്ലേ? കുറച്ചുകൂടെ വലുതാവട്ടെ, ഒരു പഠിക്കട്ടെ, നല്ലൊരു പൊസിഷനിൽ എത്തിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം. ഈ തോമസിന് ഇത്ര വെപ്രാളം എന്തിന്? ഞാൻ എന്ത് വെപ്രാളം കാണിച്ചെന്നാ? ഈ പയ്യൻ വിളിച്ചിട്ടാ ഇവളെ ഇറങ്ങി വരുന്നത്. നീ വിളിച്ചാടാ? നീ വിളിക്കാതെ പങ്കുവേണം. ആ വിളിച്ചൊന്നുമില്ല, ചുമ്മാ ആവശ്യമില്ല പറയരുത്. ആ വിളിച്ചായിരുന്നില്ലേ എന്നെ? മെർലിനെ, നീ നിന്റെ ഡാഡിയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? അത് തന്നെ, അതായിരിക്കും നല്ലത്. പിന്നെ ഈ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം, നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. ഇതിന് എത്ര വിലയായെന്ന് അറിയാവോ? വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്രയ്ക്ക് കിട്ടി? ഇതിനെ നല്ല വിലയായിട്ടുണ്ട്. ഞങ്ങൾ ഈ സൊസൈറ്റിയിൽ ഒരു ഡിഗ്നിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഞങ്ങളുടെ നിലയും വിലയും വെച്ചേ ജീവിക്കുള്ളൂ, നിങ്ങളെ പോലെയൊന്നും അല്ല. അയ്യോ, ഈ പണക്കാരന്മാരെ നാണം കെടുത്താൻ വേണ്ടി ഓർമ്മ ജനിച്ചിട്ടുണ്ട്. ശ്രീകുട്ടാ, ഈ പണക്കാരന്മാരല്ല മണ്ടന്മാരാണടാ. പണക്കാരെല്ലാവരും മണ്ടന്മാരല്ലോ, പണക്കാരിൽ ചിലര് മണ്ടന്മാരാണ്. അല്ല ഓയ്, നിങ്ങൾക്ക് ഈ പണക്കാരന്മാരെ മാത്രം മതിയോ? പാവങ്ങളെ വേണ്ടേ? പാവങ്ങളെ പുച്ഛമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, പാവങ്ങളെല്ലാം കൂടെ വിളിച്ചു കൊന്നുകളാ, പണക്കാരെ മാത്രം ഇടപാടി. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വളരെ ചീത്തപ്പേരാണ്. അയ്യോ, ഇത്രയും വൃത്തികെട്ട ഒരാളുടെ മകൻ എൻ്റെ മോളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. സംസാരിക്കുമ്പോൾ സൂചി സംസാരിക്കണം കേട്ടോ. എന്തൊരു കേസൊന്ന്? You know who is this man is? Yes, Do you know how efficient he is? പപ്പയെ അച്ഛൻ ആരാന്ന് വിളിച്ചോണ്ട് പോണണ്ട. ഞാൻ വല്ലതും വിളിച്ച് ഞാൻ പറയും. എന്റെ മെർലിനെ ഒന്ന് വിളിച്ചോണ്ട് പോടേ. You know 850. 850. This is dirhams. എൻ്റെ കൂളിംഗ് ഗ്ലാസും 10 ഗ്ലാസും നമ്മൾ ഇതുവരെ എത്ര കൂളിംഗ് ഗ്ലാസ് കണ്ടേക്കണേ? മക്കളെ ഞാൻ വേടാ, എൻ്റെ ക്യാഷ് കിട്ടുമ്പോ ഇത് തക്കലവാ. മക്കള് അച്ഛൻ്റെ മോനാണ് തെളിയിച്ച് കേട്ടാ അല്ലേ? ഇത് അമ്മ എടാ, അത് ഞാൻ അച്ഛൻ വിളിക്കണ വിളിയല്ലേടാ, നിനക്കത് ചേരൂല. കേട്ടാ അമ്മ അങ്ങനെ വിളിക്കണം. ഇല്ലേ, അച്ഛൻ പോണം. അച്ഛൻ ഇതിൻ്റെ അകത്ത് കയറിക്കൂടാ. ഭാഗ്യേശു അങ്ങ് മാറിയിരുന്ന് കരയാൻ ബാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.